ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു എസ് ഓയിലിൽ US ഡോളർ അല്ല US ഓയിലിൽ നമുക്കൊരു ട്രേഡിൻ്റെ അവസരമുണ്ട്. ഓക്കെ. സോ ഈ ഒരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ലോട്ട് സൈസ്, അതേപോലെ തന്നെ SL TP ഇത് എവിടെ വരെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ എവിടെ നിന്നാണ് SL വെക്കേണ്ടത്, TP എവിടെയാണ്, എങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട് കേട്ടോ. സോ ഇതൊരു എന്താ പറയുക, മുമ്പ് തന്നെ വരുന്ന വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ പറയണ പോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ട്രേഡ് ഇടുന്നത്. അല്ലാതെ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സോ എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ട് ട്രേഡ് ഇടുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഈ ഒരു ട്രേഡ് ഉള്ളത് US ഓയിലാണ്. സോ US ഓയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്രൂഡ് ഓയിൽ, WTI ക്രൂഡ് ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. സോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സോ ക്രൂഡ് ഓയിലിൻ്റെ WTI ക്രൂഡ് ഓയിലാണ്. അതായത് ഈ ക്രൂഡ് ഓയിൽ FXൻ്റെ ആണ് കേട്ടോ. FXCMൻ്റെ ക്രൂഡ് ഓയിലാണ്. അതായത് WTI ഓയിൽ ഫ്യൂച്ചേഴ്സ് ആണ് ഇതുള്ളത്. സോ ഇതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ രണ്ടെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. FEG മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ FEG ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് നമ്മൾ മേലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, OB. ഓക്കെ. ഇത് രണ്ടെണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ ഈ ലെവലല്ലേ. സോ മാർക്കറ്റ് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് മെറ്റിഗേറ്റ് ചെയ്ത് കുറച്ച് ഇറങ്ങി റീടെസ്റ്റ് തന്നിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചാൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ലെവലല്ലേ, ഈ ലെവലിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് മെറ്റിഗേറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സോ ഈ രണ്ട് ചാൻസാണ് മാർക്കറ്റിനുള്ളത്. സോ ഈ രണ്ട് ചാൻസ് തന്നെ ആയിരിക്കും നമുക്ക് എന്താണ് കൂടുതൽ സാധ്യത. നമ്മൾ ഇവിടെ എത്തിയാലോ ആണ് നമ്മൾ ട്രേഡ് ഇടേണ്ടത്. ഇതിപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു FEG ഓർഡർ ബ്ലോക്കും ടച്ച് ചെയ്യാതെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എൻട്രി ഇടുന്നില്ല. സോ അത് ഒരു കൺഫർമേഷൻ എൻട്രി അല്ല, അതിൻ്റെ ഉപരി നമുക്കൊരു പ്രോപ്പർ എൻട്രി അല്ല അത്. ഓക്കെ. സോ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എൻട്രി ഇടാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ FEG വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ടച്ച് ചെയ്തിട്ട് തന്നെ അടിയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത് ടച്ച് ചെയ്യാൻ മാക്സിമം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ. ഇതെന്തായാലും ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ബുധനെന്തോ ആണ്. സോ എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ മേ ബി ഈ ഒരു വെള്ളിയാഴ്ച മോർണിംഗ് ടൈമിലൊക്കെ നമുക്ക് ഇനി വെള്ളിയാഴ്ച വ്യാഴാഴ്ച നാളെ രാത്രി തന്നെ ഈ ഒരു ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും മാർക്കറ്റ്. ഓക്കെ. അത് മെറ്റിഗേറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഡിസ്കോഡിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും. ഡിസ്കോഡിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ഉണ്ടാവുക, വാട്സപ്പിലും ഉണ്ടാവും. ഡിസ്കോഡിൽ നമുക്ക് ഒന്നും കൂടി ചാറ്റ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ്. സോ എല്ലാവരും ഡിസ്കോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാവരും ഡിസ്കോഡിൽ കയറാൻ നോക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഒരു നല്ല മൊമെൻറ്റം തരുന്ന ഒരു ഇതാണ് ഓയിൽ. ഓക്കെ. US ഓയിൽ, നമ്മളെ പെട്രോളിൻ്റെ വില കൂട്ടുക എന്ന് പറയില്ല, ആ സംഭവം തന്നെയാണ് ക്രൂഡ് ഓയിൽ. USൻ്റെ ഓയിലാണ്. നമുക്ക് റഷ്യൻ്റെ ഓയിലൊക്കെയാണ് ഉള്ളത്. സോ ഇത് രണ്ട് ചാൻസ് ആണുള്ളത് നമുക്ക്. ഇതെന്തായാലും അടിപൊളിയായിട്ട് മെറ്റിഗേറ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് മെറ്റിഗേറ്റ് ചെയ്യും, അല്ലാതെ മാർക്കറ്റ് അടിയിലോട്ട് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ. സോ നമ്മൾ എവിടെയാണ് കൺഫർമേഷൻ എൻട്രി എന്നൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സോ എല്ലാവരും അതൊക്കെ നോക്കി ട്രേഡ് ചെയ്യുക. സോ ഇതൊരു എന്താ പറയുക, ഒരു ദിവസം മുമ്പേ ഇടുന്നൊരു ട്രേഡിൻ്റെ സംഭവം കേട്ടോ. സോ കുറച്ച് ടൈം പിടിച്ച് ഇറങ്ങുന്ന ഒരു ട്രേഡ് തന്നെ ആയിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ. സോ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാതെ തന്നെ പേജ് ഫോളോ ചെയ്തോ. അതേപോലെ തന്നെ നമ്മൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാത്തവർക്ക് എന്താണ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മിസ്സാവും. അവിടെ നമ്മൾ വീഡിയോ ചെയ്യാത്ത ട്രേഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഡെയിലി അവിടെ ട്രേഡ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ എല്ലാവരും ഡിസ്കോഡിൽ ജോയിൻ ചെയ്തോ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.